എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീ ശുക്രാചാര്യനെ പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ശ്രീ മഹാദേവന്റെ ശിഷ്യനും അദ്ദേഹത്തിൻ്റെ ഒരു പരമഭക്തനുമാണ് ശ്രീ ശുക്രാചാര്യൻ. ഭൃഗു ഋഷിയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ്. അമ്മയുടെ പേര് ദിവ്യ എന്നായിരുന്നു. ദിവ്യ ഹിരണ്യകശ്യപന്റെ പുത്രിയാണ്. കുഷ്നാസ് എന്നായിരുന്നു ശ്രീ ശുക്രാചാര്യന്റെ കുട്ടിക്കാലത്തെ നാമം. ശ്രീ മഹാവിഷ്ണുവിന്റെ വാമനാവതര സമയത്ത് ബലി ബ്രാഹ്മണന്റെ വേഷത്തിൽ വന്ന ശ്രീഹരിയുടെ കാല് കഴുകാനായി കിണ്ടിയിൽ ജലമൊഴിക്കാനായി ശ്രമിച്ചപ്പോൾ ശുക്രാചാര്യൻ കിണ്ടിയുടെ ജലം വീഴുന്ന കുഴലിൽ ഒരു ചെറിയ രൂപം പ്രാപിച്ച് തന്റെ ദിവ്യശക്തിയാൽ വെള്ളത്തിന്റെ ഒഴുക്ക് നിർത്തി. പക്ഷേ വിഷ്ണു ഭഗവാൻ ഇത് മനസ്സിലാക്കുകയും ചെറിയ ഒരു ഈർക്കിൽ കൊണ്ട് ശുക്രാചാര്യന്റെ ഒരു കണ്ണ് കുത്തിപ്പൊട്ടിക്കുകയും ചെയ്തു. അതിനുശേഷം ശുക്രാചാര്യന് ഏകാക്ഷൻ എന്ന പേരും ലഭിച്ചു. ശുക്രാചാര്യൻ അംഗിരസ് ഋഷിയുടെ ശിഷ്യനായിരുന്നു. അംഗിരസ് ഋഷിയാകട്ടെ സ്വന്തം മകനായ ബൃഹസ്പതിക്ക് കൂടുതൽ വിദ്യ കൊടുക്കാനായി ശുക്രാചാര്യനോട് പക്ഷാഭേദം കാണിക്കുമായിരുന്നു. ഇതറിഞ്ഞ ശ്രീ ശുക്രാചാര്യൻ അംഗിരസ് ഋഷിയുടെ ആശ്രമത്തിൽ നിന്ന് വിദ്യാഭ്യാസം മതിയാക്കി. മഹാദേവനോട് തന്റെ ഗുരുവാകാൻ അപേക്ഷിച്ചു. മഹാദേവന്റെ അനുഗ്രഹത്താൽ ശ്രീ ശുക്രാചാര്യന് മഹാദേവന്റെ ശിഷ്യനാകാനുള്ള ഭാഗ്യം ലഭിച്ചു. ശ്രീ മഹാദേവന്റെ കൃപയാൽ അദ്ദേഹത്തിന്റെ പക്കൽ നിന്ന് ശ്രീ ശുക്രാചാര്യന് സഞ്ജീവനി വിദ്യ പ്രാപ്തമായി. ശ്രീ ബുദ്ധനും ശ്രീ ശുക്രാചാര്യന്റെ ശിഷ്യനായിരുന്നു. ശ്രീ ശുക്രാചാര്യന് നവഗ്രഹങ്ങളിലും സ്ഥാനം പ്രാപ്തമായിട്ടുണ്ട്. ശുക്രാചാര്യന് 2 പത്നിമാരുണ്ടായിരുന്നു. ഒന്ന് ജയന്തി, മറ്റൊന്ന് ഗോദ. ശുക്രാചാര്യൻ 1000 അധ്യായങ്ങളുള്ള ബൃഹസ്പതി ശാസ്ത്രവും എഴുതിയിരുന്നു. അസുരന്മാരുടെ ഗുരുവായതുകൊണ്ട് ശുക്രാചാര്യനെ അസുരാചാര്യനം എന്നും അറിയപ്പെടുന്നു. ശുക്രാചാര്യനെ നീതിശാസ്ത്രത്തിന്റെ പിതാവായി കരുതുന്നു. ഈ അധ്യായത്തിൽ ശ്രീ ശുക്രാചാര്യൻ എഴുതിയ ശുക്രനീതിയിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലോകത്തിലെ എല്ലാവരും മറ്റുള്ളവർ തന്നിലേക്ക് ആകർഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. മറ്റുള്ളവർ നമ്മെ ബഹുമാനിക്കണം, ആദരിക്കണം എന്ന് ആഗ്രഹിക്കാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. അതിനുവേണ്ടി നമുക്ക് എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടായിരിക്കണം? ഇതിനെപ്പറ്റി ശ്രീ ശുക്രാചാര്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ശ്ലോകം ഇതാണ്: പിതാമാതാ ഗുരുർ ഭ്രാത ബന്ധു വൈശ്രവണോ യമഃ നിത്യം സ്വപ്ന ഗുണേരേഷാം യുക്തോ രാജാൻ ന ചാനയിത. ഈ ശ്ലോകത്തിന്റെ സാരാർത്ഥം എന്താണെന്ന് നോക്കാം. പിതാവിന്റെ ഗുണം, മാതാവിന്റെ ഗുണം, ഗുരുവിന്റെ ഗുണം, ജ്യേഷ്ഠന്റെ ഗുണം, സുഹൃത്തിന്റെ ഗുണം, കുബേരന്റെ ഗുണം, യമദേവന്റെ ഗുണം. ഈ 7 ഗുണങ്ങളുണ്ടെങ്കിൽ സർവ്വജനങ്ങളെയും ആകർഷിക്കുവാനും സർവ്വജനങ്ങളിൽ നിന്നും രാജാവിനെ പോലെയുള്ള ബഹുമാനം നേടുവാനും സാധിക്കും. ഈ ശ്ലോകത്തെ ഒന്ന് വിസ്താരത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒന്നാമത്തേത് പിതാവിന്റെ ഗുണങ്ങൾ. പിതാവിന്റെ പ്രധാനപ്പെട്ട 2 ഗുണങ്ങളിൽ ഒന്ന് സന്താനങ്ങളെ ശ്രേഷ്ഠരാക്കുക എന്നതാണ്. രണ്ടാമത്തേതാണ് സുരക്ഷ. പിതാവിന്റെ സുരക്ഷ എന്നാൽ അറിയാമല്ലോ. പിതാവിന് സന്താനങ്ങൾ ദോഷങ്ങൾ വരുത്തിയാലും പിതാവ് മക്കൾക്ക് ഒരു ദോഷവും വരാതെ മക്കളെ സംരക്ഷിക്കും. ഈ 2 ഗുണങ്ങൾ പിതാവിൽ നിന്ന് ഒരു വ്യക്തി സ്വീകരിക്കുക. അടുത്തത് മാതാവിൽ നിന്ന് നേടേണ്ട ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. മാതാവിൽ നിന്ന് നേടേണ്ട 2 പ്രധാനപ്പെട്ട ഗുണങ്ങളിൽ ഒന്നാണ് സന്താനങ്ങൾ എന്ത് ചെയ്തിട്ട് വന്നാലും, എത്ര വലിയ തെറ്റ് ചെയ്താലും അമ്മ അവർക്ക് മാപ്പ് കൊടുക്കുക തന്നെ ചെയ്യും. രണ്ടാമത്തെ ഗുണം ഇതാണ്: മക്കൾ ഒന്നിനും കൊള്ളാത്തവരായാലും നിങ്ങളുടെ സ്ഥിതി എത്ര മോശമായാലും അമ്മ നിങ്ങളെ വിട്ട് പോകില്ല. അവർ കൂടെ തന്നെ ഉണ്ടാകും. ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ഒരു സുഹൃത്ത് നിങ്ങൾ എത്ര വലിയ തെറ്റ് ചെയ്തിട്ട് വന്നാലും കൂടെ നിൽക്കുകയും അതുപോലെ നിങ്ങളുടെ എത്ര മോശസ്ഥിതിയാണെങ്കിലും നിങ്ങളിൽ നിന്ന് അകലാതെ കൂടെ നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ സുഹൃത്ത് നിങ്ങൾക്ക് മറ്റുള്ളവരെ പോലെ ആയിരിക്കുമോ? അല്ല, അല്ലേ? അവർക്ക് വേണ്ടി നിങ്ങൾ എന്തിനും തയ്യാറാകും, അല്ലേ? അടുത്തത് ഗുരു. ഗുരുവിൽ നിന്ന് നേടേണ്ട ഗുണങ്ങൾ.
ഗുരു എപ്പോഴും തൻ്റെ അറിവുകളെ പരിപോഷിച്ചുകൊണ്ടിരിക്കും, തൻ്റെ ശിഷ്യർക്ക് കൂടുതൽ അറിവുകൾ പകർന്ന് നൽകുവാനായി. അതുപോലെ മികച്ച അറിവുള്ളവനും ആയിരിക്കും. മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കണമെങ്കിൽ മറ്റുള്ളവരെക്കാളും അറിവ് നിങ്ങൾക്ക് ഉണ്ടാകണം. നിങ്ങൾ മറ്റുള്ളവരെക്കാളും കഴിവുള്ള വ്യക്തിയാണെങ്കിൽ മാത്രമേ മറ്റുള്ളവർ നിങ്ങളിലേക്ക് ആകർഷിക്കുകയുള്ളൂ. ജ്യേഷ്ഠന്റെ ഗുണം എന്താണെന്ന് നോക്കാം. ജ്യേഷ്ഠന്റെ ഗുണം ഇതാണ്: തൻ്റെ കാര്യം നടക്കുന്നതിന് മുമ്പ് തൻ്റെ സഹോദരങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് നോക്കൂ. ഈ ഗുണം ജ്യേഷ്ഠനിൽ നിന്ന് സ്വീകരിക്കുക. അടുത്തത് സുഹൃത്ത്. എന്താണ് സുഹൃത്തിൻ്റെ നല്ല ഗുണങ്ങൾ? ശരീരത്തിൻ്റെ, സ്ത്രീയുടെ, ധനത്തിൻ്റെ, രഹസ്യത്തിൻ്റെ രക്ഷകനായിരിക്കും ഒരു നല്ല സുഹൃത്ത്. വിസ്താരത്തിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരു സുഹൃത്തിൻ്റെ ഗുണങ്ങളെല്ലാം ഒരു വ്യക്തി നേടിയിരിക്കണം. അടുത്തത് കുബേരൻ. ധനത്തെ സംബന്ധിച്ച കാര്യത്തിൽ സമർത്ഥനായിരിക്കണം. ധനം ആർജിക്കുന്നതിന് പുതിയ പുതിയ അവസരങ്ങൾ തേടണം. സമൂഹത്തിൽ ധനവാന് എത്ര ബഹുമാനമാണ് ലഭിക്കുന്നതെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. നേടുന്ന ധനത്തെ തൻ്റെ ആശ്രിതർക്ക് ഹിതമായ രീതിയിൽ ചിലവാക്കുന്നവനാണ് യഥാർത്ഥ കുബേരൻ. ധനം കൂടുതൽ വെച്ചിട്ട് ആരെയും പിശുക്കനെ ആരും ബഹുമാനിക്കില്ല. അടുത്തത് യമദേവന്റെ ഗുണങ്ങൾ. യമദേവനിൽ നിന്ന് നേടേണ്ട ഗുണമാണ് കൂടെ ഉള്ളവർക്ക് ആരെങ്കിലും ദോഷം ചെയ്താൽ അല്ലെങ്കിൽ ചെയ്യാൻ ശ്രമിച്ചാൽ അവർക്ക് അതുപോലെയുള്ള അല്ലെങ്കിൽ അതിൽ കൂടുതൽ ദോഷങ്ങൾ കൊടുക്കുക. അതുപോലെ കൂടെയുള്ളവർ ആരെങ്കിലും വിശ്വാസവഞ്ചനയോ മറ്റോ കാണിച്ചാൽ അവർക്ക് തക്കതായ ശിക്ഷ കൊടുത്ത് അവർക്ക് അക്കാര്യത്തെ ബോധ്യപ്പെടുത്തുകയും വേണം. അനീതിക്കെതിരെ പോരാടുമ്പോൾ യമദേവനെ പോലെ നിർഭയത്വം കാണിക്കുവാൻ മടിയില്ലാത്തവരെയും ലോകം ഇഷ്ടപ്പെടും. ഈ പറഞ്ഞ 7 ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, ലോകത്തുള്ളവരെല്ലാവരും നിങ്ങളെ ബഹുമാനിക്കും. അതുപോലെ നിങ്ങളിലേക്ക് എല്ലാവരും ആകർഷിതരാകുകയും ചെയ്യും. മേൽപ്പറഞ്ഞ ഗുരു, മാതാവ്, പിതാവ്, ജ്യേഷ്ഠൻ, സുഹൃത്ത് ഇവരെല്ലാം ശ്രേഷ്ഠനായിരിക്കണം. അതായത് ഇവരുടെ എല്ലാം നല്ല ഗുണങ്ങൾ മാത്രമേ സ്വീകരിക്കാവൂ. ഈ ഗുണങ്ങളെല്ലാം നേടിയാൽ ലോകം നിങ്ങളെ രാജാവിനെ പോലെ ബഹുമാനിക്കുക തന്നെ ചെയ്യും. പ്രിയരെ, ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന, ഉപാസന, മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.